അസ്സലാമു അപ്പോൾ പറയാം, ബാക്കിയും കൂടി പറയാം. അപ്പോൾ ഇത് പൊതുവായ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഒക്കെ വിവാഹത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ പൊതുവേ നമ്മൾ കണക്കെടുക്കുമ്പോൾ വിവാഹം വേണ്ടാന്ന് തോന്നുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ പതുക്കെ കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു അത്ഭുതമാണ് എന്താ അറിയോ, പെൺകുട്ടികളൊക്കെ ചിലരൊക്കെ വിവാഹം വേണ്ടാന്ന് പറയണു, പക്ഷെ എന്നാൽ പ്രേമിക്കുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നു. അതെന്താ ഈ ഒരു വൈരുദ്ധ്യം? പ്രേമം എന്ന് പറഞ്ഞാൽ എനിക്കൊരാണ് വേണം തന്നെയല്ലേ. രണ്ടിനും ഞാൻ കാണുന്ന വ്യത്യാസം എന്താ വെച്ചാൽ, പ്രേമത്തിലാകുമ്പോൾ കാണുന്നത് ആൺകുട്ടികളിങ്ങനെ പെൺകുട്ടികളെ പിന്നാലെ എങ്ങനെ നടക്കുക ചെയ്യുക. കല്യാണത്തിലാകുമ്പോൾ എന്താ വെച്ചാൽ ആണിൻ്റെ കൂടെ പെണ്ണ് പോണതാണ് കാണുന്നത്. അത്രേ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ കല്യാണം വേണ്ട, ഭർത്താവ് വേണ്ട, ആണ് വേണ്ട, പുതിയാപ്പിള വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാർ പിന്നെന്താ ഈ പ്രേമിക്കണത്? അതും 9ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും തുടങ്ങും പ്രേമം. ഏത് 23-ാം വയസ്സിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ 9ാം ക്ലാസ്സിൽ തുടങ്ങും പ്രേമം. അപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, വിവാഹം എന്നുള്ളത് എന്തല്ല, നമ്മളെ കൊണ്ട് വീട്ടുകാർ നിർബന്ധിപ്പിച്ചൊന്നും ചെയ്യണ കാര്യമല്ല. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവിക വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഓർമ്മ വരിക. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും, അവിടെ അമ്മായിമ്മ ഉണ്ടാവും, ചിലപ്പോൾ അമ്മായിമ്മ നമ്മളെ ഇടങ്ങാറാക്കും. ഇങ്ങനത്തതൊക്കെയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് വരിക. ഇല്ലെങ്കിൽ ആ ആണ് പറഞ്ഞ പോലെ നമ്മൾ കേൾക്കേണ്ടി വരും, അയാളെ കീഴിൽ നമ്മൾ അടിമയായി ജീവിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് വിവാഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ വിവാഹം എന്ന് പറയുമ്പോൾ ഇതാണോ സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ, എപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഒരു സമാധാനം കിട്ടില്ല. കാരണം ജീവിതത്തിൽ കുറേ പ്രശ്നം ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വാപ്പിമ്മയൊക്കെ ഉണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ടെൻഷനും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മുടെ കൂട്ടുകാരോടോ ആരോടെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഈ വിഷമങ്ങൾ നമുക്ക് പറഞ്ഞാൽ ഏറ്റവും അധികം റിലാക്സേഷൻ, സന്തോഷം നമുക്ക് കിട്ടുക പുരുഷനോട് പറയുമ്പോഴാണ്. അത് അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രേമിക്കുന്ന ആൾക്കാരൊക്കെ മണിക്കൂറുകളോളം സംസാരിക്കും. അപ്പോൾ നമ്മളായിരിക്കും എന്തായിരിക്കും ഇപ്പോൾ ഇവർ പറയുന്നുണ്ടാകാനാണ്. അവരവരുടെ വിഷമങ്ങളും മനസ്സിലുള്ള സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു പുരുഷനില്ലാതെ ഒരു സ്ത്രീക്കോ ഒരു സ്ത്രീ ഇല്ലാതെ ഒരു പുരുഷനോ ജീവിക്കാൻ പറ്റില്ല. ഏത് ഘട്ടങ്ങളിലും അത് വേണം. അപ്പോൾ മുമ്പ് കാലത്ത് ഒരു പുരുഷൻ, അയാൾ എന്ത് ചെയ്തു, വിവാഹം കഴിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. എന്താ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്തു, എൻ്റെ വസ്ത്രം ഞാൻ അലക്കാം, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കുറേ പ്രായമായി, ഒരു 80 വയസ്സിലേറെ പ്രായമായി. അങ്ങനെ അദ്ദേഹം അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി നിന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അയാൾക്ക് മക്കളില്ല, അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ജ്യേഷ്ഠൻ്റെ മകനാണ് നോക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ മകൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ എളാപ്പ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ച ആളാണ്. അപ്പോൾ ഞങ്ങൾ പലരും അയാൾക്ക് പറഞ്ഞു കൊടുത്തു, പലരും അയാളെ നിർബന്ധിച്ചു, പക്ഷെ അയാൾ കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞാനാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മൂത്താപ്പ ഏകദേശം മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാൻ വിവാഹം കഴിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ കൂടെ ബാത്റൂമിലേക്ക് വന്ന് എന്നെ വൃത്തിയാക്കി തരുമ്പോൾ, ഞാൻ വിസർജിച്ചതൊക്കെ വൃത്തിയാക്കി തരുമ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ ഭാര്യയാണെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഇതിപ്പോൾ എൻ്റെ ഭാര്യയാണ് കൂടെ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഒരു 80 വയസ്സ് വരെ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ച ഒരാളും മരിക്കുന്നതിന് മുമ്പ് അത് മാറ്റി പറയാൻ കാരണം മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണ്. ഒരാണിനൊരു പെണ്ണ് വേണം, ഒരു പെണ്ണിനൊരാണ് വേണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലുണ്ട് എന്താ ഇപ്പോൾ ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചാൽ, ഒരാണിനെ കല്യാണം കഴിച്ചാൽ കല്യാണം കൊണ്ടുള്ള ഒരു ആവശ്യവും നടക്കൂല. കല്യാണം കൊണ്ടുള്ള ഒരു ആവശ്യവും നടക്കൂല. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ, ആണിനെ കല്യാണം കഴിച്ചാൽ. അതായത് വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞു, ഷെയറിങ് ആണ്. നമ്മളെ വിഷമം മറ്റൊരോട് പറയാം.
അതാണ് പെണ്ണിനോടും പെണ്ണ് ആണിനോടും പറയുമ്പോഴാണ് അത് കിട്ടുക. അത് ഖുർആൻ പറയേണ്ടത് തസ്കുനു ഇലൈക, അപ്പോഴേ കിട്ടുള്ളൂ. ഭയങ്കര സമാധാനവും ഭയങ്കര സന്തോഷവും കിട്ടും. പിന്നെ ഒന്ന് പുതിയൊരു തലമുറ ഉണ്ടാണ്, കുട്ടികളുണ്ടാവണം. പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ല, നമുക്കറിയാലോ. ആണും ആണും കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടാവില്ല. ഇപ്പം എന്തിനാ കുട്ടികൾ? ഇപ്പം നിങ്ങളുടെ മാതാപിതാക്കൾ എന്തുമാത്രം സന്തോഷവും എന്തുമാത്രം പ്രതീക്ഷയുമാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു 18, 20, 22, 30, 23 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും. നമ്മുടെ താത്താൻ്റെ കുട്ടീനെ കാണുമ്പോൾ, പല ആൾക്കാർ കുട്ടീനെ കാണുമ്പോൾ, ആ കുട്ടീൻ്റെ വർത്താനം കാണുമ്പോൾ, ആ കുട്ടീൻ്റെ സ്നേഹം കാണുമ്പോൾ, ആ കുട്ടി ഉമ്മാനെ കഴുത്തേക്ക് കയറിയിട്ട് ഉമ്മ കൊടുത്ത് വർത്താനം പറയുന്നത് കാണുമ്പോൾ, പിന്നെ നീച്ചു വരുമ്പോൾ തന്നെ ഉമ്മ നിന്ന് കരഞ്ഞു വരുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്നൊരു സുഖമുണ്ട്. ഒരു മുല കുടിക്കുമ്പോൾ പോലും ആ കുട്ടി മുല കുടിക്കുമ്പോൾ ആ മാതാവിനൊരു ആനന്ദമുണ്ട്, ഒരാഹ്ലാദമുണ്ട്. മനസ്സിലേ? ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ട് ആ കുട്ടിനെ കൈക്കിന് തരുമ്പോൾ ആ കുട്ടിനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതൊക്കെ ഈ ഭൂമിയിലെ സന്തോഷങ്ങളാണ്. ഈ സന്തോഷങ്ങളെല്ലാം എപ്പോഴുണ്ടാവുള്ളൂ? ഒരു വിവാഹത്തിലൂടെ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിക്കാൻ ഒരു വിവാഹം. പിന്നെ വിവാഹത്തിന് എന്താ പ്രശ്നം? ഇവിടെ ഒരു ചോദ്യം ചോദിച്ചൊരു കുട്ടി ചോദിച്ചിട്ടും, നമ്മുടെ സമ്മതമില്ലാതെ വിവാഹം കഴിപ്പിക്കുന്നത് തെറ്റാണോ? തെറ്റാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ അനുവാദമില്ലാത്ത ഒരാൾക്ക് നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ വിവാഹം സാധുവാവില്ല. മഹർ വേണം, വലിയ വേണം, സാക്ഷി വേണം എന്ന പോലെ നിബന്ധനയാണ് നിങ്ങളുടെ സമ്മതം വേണമെന്നത്. പക്ഷെ സമ്മതിക്കാതിരിക്കുന്നത് ഒരു ന്യായമായ കാരണം കൊണ്ടായിരിക്കണം, അല്ലാതെ വെറുതെ സമ്മതിക്കാതിരിക്കുന്ന അർത്ഥമല്ല. നിങ്ങളൊരാൾ കാണാൻ വന്നു, നിങ്ങൾ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അയാൾ കുറച്ച് അധികം തടിയുണ്ട്, എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ അയാൾ കുറച്ച് സ്കെൽറ്റനാണ്, എനിക്ക് അതുകൊണ്ട് പറ്റിയില്ല, നിങ്ങൾക്ക് അതൊക്കെ പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് പറയാം. അങ്ങനെയല്ലാതെ ആര് വന്നാലും എനിക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും വല്ല അഫെയർ ഉണ്ടാവും, അല്ലെങ്കിൽ കല്യാണം വേണ്ട തീരുമാനിച്ചിട്ടുണ്ടാവും. അതൊന്നും ഇതിന് കാരണമല്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചാലേ ജീവിതകാലം മുഴുവൻ അയാളെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഇസ്ലാം നിങ്ങൾക്ക് തന്നൊരു അവകാശമാണ്. അതുകൊണ്ട് വരുന്ന ആളെ ശരിക്ക് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഒരിക്കലും നിങ്ങളെ നിർബന്ധിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ കല്യാണം കഴിക്കില്ല. രണ്ടാമത്തെ ചോദ്യം, പഠനം പൂർത്തിയായി ജോലിയൊക്കെ റെഡിയായി സെറ്റിൽഡായിട്ട് മതി വിവാഹം എന്നാണ് തീരുമാനം. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ വിവാഹം കഴിക്കാൻ ഈ സഹോദരി തീരുമാനിച്ചിട്ടുണ്ട്. സമയത്തെക്കുറിച്ച് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ചില ആൾക്കാർ പറയും പഠിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠനം ബുദ്ധിമുട്ടാവും, പരീക്ഷ ബുദ്ധിമുട്ടാവും, പിന്നെ പ്രഗ്നൻ്റ് ആവും, പിന്നെ പ്രസവമാവും എന്നൊക്കെ പറയും. അപ്പോൾ സാധാരണ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം ഇനിയിപ്പോൾ ഒരു പ്രസവമോ കാര്യങ്ങളൊക്കെ വന്നാലും അത് ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ആ അടുത്ത സെമ്മിൽ എഴുതാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഒരു ചെറിയ പെർസെൻറ്റേജ് അറ്റൻഡൻസ് തരും, അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. എന്നാൽ ഈ ജോലിക്ക് പോണോല് പ്രസവിക്കേണ്ടി വന്നാൽ എന്താ നിങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് അവിടെ ജോലി ലീവ് എടുക്കണം. പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രസവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പഠിക്കണ കാലമായാലും ജോലിയുള്ള കാലമായാലും എപ്പോഴാണെങ്കിലും നമ്മൾ ലീവ് എടുക്കണം. ആ സമയത്തെ കാര്യങ്ങൾ മാറ്റി വെക്കണം. അപ്പോൾ അതൊന്നും എന്തല്ല നിങ്ങൾ വിവാഹത്തിനൊരു തടസ്സത്തിനൊരു കാരണമല്ല. വിവാഹം വൈകുമ്പോഴുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഏറ്റവും അധികം കളക്ഷനുള്ള ഒരു ടെക്സ്റ്റൈൽസിലല്ലേ പോകാൻ ഇഷ്ടപ്പെടുക നിങ്ങൾ, അല്ലേ? കൂടുതൽ കളക്ഷനുള്ള ഒരു ടെക്സ്റ്റൈൽസ് പോയാൽ എന്താവും, നമുക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ഡിസൈനിൽ ഡ്രസ്സ് കിട്ടും. ഇത് തന്നെയാണ് വിവാഹത്തിലെയും പ്രധാനം. അതായത് നിങ്ങൾക്കൊരു 18 വയസ്സാവുമ്പോൾ മിക്കവാറും വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ നമ്മുടെ നാട്ടിൽ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെയാണ് ഡിഫറൻസ് ഉണ്ടാവുക. ഒരു 10 വയസ്സും 15 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളുണ്ടാവും. ചെറിയൊരു ഡിസ്റ്റൻസാണ് എപ്പോഴും നല്ലത്. ഒരു 4 വയസ്സോ 5 വയസ്സോ 6 വയസ്സോ 7 വയസ്സൊക്കെ ആവാം. അപ്പോൾ നിങ്ങൾക്ക് 18 വയസ്സാവുമ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കേണ്ട പുരുഷൻ്റെ പ്രായം ഏകദേശം 24 വയസ്സോ 23 വയസ്സൊക്കെ ആയിരിക്കും. മനസ്സിലായി? എല്ലാ പുരുഷന്മാരും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ 25 വയസ്സ് 26 വയസ്സാവുമ്പോഴേക്കിന് മിക്കവാറും ചെറുപ്പക്കാരുടെയൊക്കെ വിവാഹം കഴിയും. അപ്പോൾ നിങ്ങൾ വിവാഹം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി നിങ്ങൾക്കൊരു 20 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ 22 വയസ്സാവുമ്പോൾ നിങ്ങളെ അന്വേഷിച്ച് വരുന്ന പുരുഷൻ എത്ര വയസ്സ് വേണമെന്നറിയങ്ങൾ ചുരുങ്ങിയത്
ഒരു 26 വയസ്സ് 28 വയസ്സൊക്കെ വേണം. പക്ഷേ 28 വയസ്സിൽ കല്യാണം കഴിക്കാത്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അന്വേഷണങ്ങൾ വരും, അതൊന്നും ശരിയാവാതെ വരും. അവസാനം പിന്നെ അന്വേഷണങ്ങൾ നടക്കാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വിവാഹത്തിന് സമ്മതിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനെ സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 19 വയസ്സ് 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കിന് വിവാഹത്തിലേക്ക് പ്രവേശിക്കണം. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും. വൈകും തോറും എന്ത് ചെയ്യുന്നില്ലോ, നിങ്ങൾക്ക് ചോയ്സ്, സെലക്ഷൻ ഉണ്ടാവില്ല വിവാഹത്തിന്. അതാണ് പല പെൺകുട്ടികൾക്കും വിവാഹം വൈകിപ്പിക്കുമ്പോൾ പിന്നെ പറ്റുന്ന എന്താ വെച്ചാൽ ഏതെങ്കിലും ആളെ കൂടെ വിവാഹം കഴിച്ച് പോകേണ്ട ദുരവസ്ഥകൾ വരും. അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നിരന്തരമായ അന്വേഷണങ്ങൾ വരുമ്പോൾ എന്താ പറയുക, നമുക്ക് പറ്റുന്നത് സമ്മതിച്ചാൽ മതി, പറ്റാത്തത് സമ്മതിക്കണ്ട. നോക്കിയിട്ട് നല്ല ദീനുള്ള, കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ പെരുമാറാൻ നല്ല സ്മാർട്ടായ നല്ല ആളുകളെ നോക്കിയാൽ മതി. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ നോക്കാനുള്ള സെലക്ഷൻ, ചോയ്സ് കിട്ടുക ചെറുപ്രായത്തിലുള്ളൂ. പ്രായം കൂടും തോറും നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും വിവാഹം നേരത്തെ ആകാൻ വേണ്ടി മാതാപിതാക്കൾ നിർബന്ധിക്കണം. അവർക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വിവാഹാന്വേഷണങ്ങൾക്ക് പ്രയാസം വരും. എന്തുകൊണ്ടാണ് അവർ നേരത്തെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? അവിടെ നിങ്ങൾ വളരെ നേരത്തെ 14 വയസ്സിലും 15 വയസ്സിലും ഞാൻ പറയില്ല, പ്രായപൂർത്തി ആയതിനു ശേഷം, ഒരു മെൻസസ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രായത്തിൽ ഒരു 18, 19, 20 വയസ്സാകുമ്പോഴേക്ക് നല്ല വിവാഹങ്ങൾ വരും. മാതാപിതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് ഒരു പ്രയാസമല്ല. അത് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും പ്രതികൂലമായി എന്ത് ചെയ്യില്ല, ബാധിക്കുകയില്ല എന്നാണ്. പിന്നെ സാമ്പത്തികമായി സെറ്റിൽഡ് ആവുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ജോലി, ഈ നിങ്ങൾക്കൊക്കെ നല്ലോണം പഠിച്ച് ജോലി ഉണ്ടാവുന്നത് നല്ലതാണ്. എന്താ പറയുക, ജോലി ഒരു റിലാക്സേഷനാണ്, ഒരു എൻജോയ്മെൻ്റാണ്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ അതല്ലാതെ എന്താ നിങ്ങൾ ആ ഒരു സുഖമല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ജോലി നഷ്ടമാണ്. അതെന്താ ജോലി നഷ്ടമെന്ന് പറയാൻ കാരണം, നമ്മൾ വീട്ടിലത്തെ എല്ലാ പണിയെടുക്കണം. കാരണം കുട്ടികളുണ്ടാവും, മക്കളുണ്ടാവും, ഒക്കെ ഉണ്ടാവും, നമ്മൾ ചെയ്യണ്ടേ? അതൊക്കെ ചെയ്യും വേണം. പിന്നെ ആണുങ്ങൾ എടുക്കണ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ജോലിയും ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ ഡ്യൂട്ടിയാണ്. ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിലോ 3 ആളെ പണിയെടുക്കണം നമ്മൾ. അപ്പോൾ നമുക്കൊക്കെ ഏറ്റവും നല്ല എന്താ പറയുക, കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുക ഒരു ആസ്വാദനത്തിന് വേണ്ടി. ഇപ്പോൾ ഡോക്ടറാണോ, ഒരു പാർട്ട് ടൈം ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഡോക്ടറാന്നൊക്കെ പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാന്നുള്ളൂ. അതല്ലാതെ നമ്മൾ 24 മണിക്കൂറും പ്രാക്ടീസ് ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ ആ പൈസ മുഴുവനും ഇയാൾക്ക് കൊടുത്തു കൊടുക്കുക, നമ്മൾ വീട്ടിലത്തെ പണി എടുക്കുക, ഇടങ്ങാറാകുക. എന്തിനാ അങ്ങനെ ഇടങ്ങാറാകണ്? ഞമ്മക്ക് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിലൊന്നും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് വാങ്ങരുത്. അതൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ മനസ്സിലായിക്കോളി. നിങ്ങൾക്ക് മൊബൈൽ ആണെങ്കിൽ മൂപ്പരെ കൊണ്ട് വാങ്ങിപ്പിക്കണം, അത് മൂപ്പരെ കടമയാണ്. അങ്ങനെ നിങ്ങൾ സ്വന്തം വാങ്ങിപ്പിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? നിങ്ങൾ നമ്മൾ ഭർത്താവ് എന്നുള്ളക്ക് എന്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് പൈസ അല്ലേ വെക്കും. പിന്നെ ഒക്കെ നമ്മൾ നടത്തേണ്ടി വരും. പിന്നെ മൂപ്പര കാര്യത്തിലുള്ള വായ്പയും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. എന്തിനെ കുട്ടികൾ അങ്ങനെയൊക്കെ ഇടങ്ങാറാവണം? നിങ്ങൾക്കൊരു അഡ്രസ്സ് ഉണ്ടാകുമ്പോൾ എഞ്ചിനീയർ എന്നോ അല്ലെങ്കിൽ പിന്നെ ഡിസൈനർ എന്നൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷൻ നേടിക്കോളിയും. അല്ലാതെ ഞാൻ സെറ്റിൽഡ് ആയിട്ട് ഇത് സെറ്റിൽഡ് ആണ് ഇയാളെയും കൂടി പോറ്റാനുള്ള പൈസ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കാൻ നിങ്ങളൊക്കെ വിചാരിക്കണത്. ഞാൻ ജോലി കിട്ടി സെറ്റിൽഡ് ആയിട്ട് പോരെ കല്യാണം എന്ന് ചോദിക്കണത് ആരാരെങ്ങൾ? ആൺകുട്ടികളുടെ ടീൻ സ്പേസ് എന്നല്ല ഈ ചോദ്യം, പെൺകുട്ടികളുടെ ടീൻ സ്പേസ് എന്നാ പോലും. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ കഴിക്കണത്? കല്യാണം കഴിക്കാനാവുമ്പോഴേക്കിന് നിങ്ങളെ ഭർത്താവിനൊക്കെ പിന്നെ സംരക്ഷിക്കാനും അയാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനൊക്കെ ഉള്ള പൈസ നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിക്കുക. നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചിട്ടില്ലേ? വെറുതെ അപകടത്തേക്ക് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളടുത്ത് പൈസ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് സാധനങ്ങൾ എന്ത് ചെയ്യണം? ഭർത്താവിന് വാങ്ങണം. അയാൾ അങ്ങനെയാണ് നിങ്ങളെ വാപ്പ കൊടുത്ത ഉറപ്പ്, ഞാൻ ഇവളെ സംരക്ഷിക്കാമെന്നാണ്. നിങ്ങളെ വാപ്പ നിങ്ങൾക്ക് ചെലവിന് തരാൻ ഏതുപോലെ ബാധ്യസ്ഥനാണോ അതിനേക്കാളും ബാധ്യസ്ഥനാണ് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ ഭർത്താവ്. അതുകൊണ്ട് നിങ്ങളുടെ പർദ്ദ അയാൾ തരണം, നിങ്ങളെ ഭക്ഷണം അയാൾ തരണം, നിങ്ങളെ മൊബൈൽ അയാൾ വാങ്ങിത്തരണം. അയാൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊടുത്തോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതെല്ലാം അയാൾ നമുക്ക് തരേണ്ടതാണ്. അപ്പോൾ നിങ്ങളിതൊന്നും മനസ്സിലാക്കി ചെയ്യുകയാണെന്നല്ല. അതല്ലാതെ ജോലി കിട്ടി ഭർത്താവിനെ പോറ്റാനുള്ള പൈസ ഉണ്ടാകുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കണുള്ളൂ എന്നൊന്നും നിങ്ങൾ പറയരുത്. അതൊന്നും നിങ്ങളെ ബുദ്ധിയുള്ള നിങ്ങളിൽ നിന്ന് വരേണ്ട ഒരു ആശയമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് തോന്നുന്നത്.